പരിശീലന പദ്ധതികൾ ആരംഭിച്ചാൽ സ്ഥാപനങ്ങൾക്ക് വിദേശത്തു നിന്നും ആളുകളെ ജോലിക്കെടുക്കുന്നത് കുറയ്ക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ. റെക്കോർഡിട്ട നിയമപരമായ കുടിയേറ്റം കുറച്ചു കൊണ്ടുവരുവാൻ പുതിയ ലേബർ സർക്കാരിന് മേൽ സമ്മർദ്ദം ഏറിവരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന. സർക്കാർ കണക്കുകൾ അനുസരിച്ച് ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി കഴിഞ്ഞ വർഷം 10 ലക്ഷത്തിലധികം പേരാണ് കുടിയേറിയത്. 4,62,000 പേർ വിദേശത്തേക്ക് പോവുകയും ചെയ്തു. അതായത് നെറ്റ് ഇമിഗ്രേഷൻ 6,22,000 എന്നർത്ഥം. വിദേശത്തു നിന്നും കുടിയേറിയവരിൽ ഏറ്റവും അധികം പേർ താമസിക്കുന്നത് ബെർമിംഗ്ഹാമിലാണ്. ഇവിടം വിട്ടു പോയവരെക്കാൾ 24,500 പേരാണ് അധികമായി ബെർമിംഗ്ഹാമിൽ താമസിക്കാനെത്തിയത്. തൊട്ടു പിന്നാലെ നെറ്റ് ഇമിഗ്രേഷൻ 18,078 മാഞ്ചസ്റ്റർ ഉണ്ട്. കവൻട്രി, ന്യൂഹാം, ലസ്റ്റർ, ഷെഫീൽഡ് എന്നിങ്ങനെയാണ് തൊട്ടു പിന്നിലുള്ള നഗരങ്ങൾ. ഗ്രാമീണ മേഖലകളിൽ നെറ്റ് ഇമിഗ്രേഷൻ തുലാം കുറവായിരുന്നു. മാത്രമല്ല, ലിങ്കൺഷെയറിലെ സൗത്ത് ഹോളണ്ടിൽ കുടിയേറ്റക്കാരെക്കാൾ കൂടുതൽ ഇവിടം വിട്ടുപോയവരാണ്. ഇവിടേക്ക് വിദേശങ്ങളിൽ നിന്ന് എത്തിയവരെക്കാൾ 136 പേർ അധികമായി ഇവിടെ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി. ജനസംഖ്യാ അനുപാതത്തിൽ കുടിയേറ്റം ഏറെ വ്യതിയാനങ്ങൾ വരുത്തുന്നത് ഗ്രാമീണ മേഖലകളെക്കാൾ കൂടുതലായി നഗരമേഖലകളിലാണ്. ഇത് ഏറ്റവും അധികം പ്രകടമാകുന്നത് മിഡിൽസ്ബറോയിലാണ്. 1,400 പേർ ഇവിടം വിട്ട് വിദേശത്തേക്ക് ചേക്കേറിയപ്പോൾ 8,200 പേരാണ് ഇവിടേക്ക് വന്നത്. അതായത് 6,800 പേർ അധികമായി വന്നു. ഏതാണ്ട് 1,52,000 മാത്രം ജനസംഖ്യയുള്ള ഇവിടെ ഇപ്പോൾ ജീവിക്കുന്നവരിൽ 23 പേരിൽ ഒരാൾ വിദേശത്തു നിന്നും കഴിഞ്ഞ വർഷം കുടിയേറിയവരാണ്. അതുപോലെ കവൻട്രിയിൽ മൊത്തം ജനസംഖ്യയുടെ 4.3% കഴിഞ്ഞ വർഷം വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ് എങ്കിൽ ന്യൂഹാമിൽ ജനസംഖ്യയുടെ 3.9% ഇത്തരക്കാരാണ്. ഈ പശ്ചാത്തലത്തിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ബ്രിട്ടീഷുകാർക്കായുള്ള തൊഴിൽ പരിശീലന പദ്ധതി വിപുലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. താറുമാറായ സ്കിൽ സിസ്റ്റം കാരണം ബ്രിട്ടീഷ് യുവാക്കൾക്ക് തൊഴിൽ സാധ്യതകൾ കുറഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്കിൽഡ് ഇംഗ്ലണ്ട് എന്ന പുതിയ ബോഡി കേന്ദ്ര പ്രാദേശിക ഭരണകൂടങ്ങളെയും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളെയും ട്രേഡ് യൂണിയനുകളെയും പരിശീലകരെയും ഒരുമിപ്പിച്ച് മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് വിശകലനം ചെയ്യും. ദുർബലമായ മേഖലകളിൽ പരിശീലനം നൽകി നൈപുണ്യങ്ങൾ മെച്ചപ്പെടുത്തും. വിദേശത്തു നിന്നും ആളുകളെ നിയമിക്കുന്ന സ്ഥാപനങ്ങളെ താൻ വിമർശിക്കുകയില്ല എന്നും ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ കുടിയേറ്റക്കാർ നൽകുന്ന സംഭാവനകളെ താൻ വിലക്കുറച്ച് കാണുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടിയേറ്റം എന്നും രാജ്യചരിത്രത്തിന്റെ ഭാഗമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആവശ്യമായ സ്കിൽ ഇല്ല എന്നതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർക്ക് തൊഴിൽ ലഭിക്കാത്ത സാഹചര്യം മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.